ഈ ഒരു സംഭവം നടന്നിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈതൻ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എമ്മേനും കൂട്ടിയിട്ട് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഒരു നാട്ടില് ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് സോംബി വൈറസ് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്കാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈതനാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ അവന് ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിക്കാന്ന് പറയുന്നുണ്ട് അവനോട്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈതൻ തന്നെ കാർ ഇപ്പൊ മുന്നോട്ടേക്ക് എടുക്കുകയാണ്. എന്നാൽ കുറച്ച് ദൂരം പോയ സമയത്ത് ഇവന്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് പാളുന്നുണ്ട്. ഇവരുടെ തൊട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു വലിയ ട്രക്കിലേക്ക് തന്നെ ഇവരുടെ കാറ് പോയിട്ട് ഇടിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത് നമ്മുടെ ഈതന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അവന് രാവിലെ ആവുന്ന സമയത്താണ് ബോധം വരുന്നത്. അവൻ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എമ്മേനെ എവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അവന്റെ കയ്യിൽ ഇപ്പൊ ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പ്ലാസ്റ്ററിൽ ഒരു ഹാർട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് എമ്മാന്ന് പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ഈതന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ ആ ഒരു കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എമ്മ എവിടെയാന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഒരു സ്ഥലം മുഴുവനും എമ്മാന്ന് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഭാഗം മുഴുവനും തെരഞ്ഞു നോക്കിയിട്ടും അവിടെ എമ്മേനെ കാണുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്രാമം മുഴുവനായിട്ടും സോംബികളുടെ ആക്രമണത്തിൽ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. നശിച്ചു പോയിട്ടുള്ള കുറെ പഴയ ബിൽഡിങ്ങുകൾ മാത്രമാണ് അവിടെ കാണുന്നുണ്ടായിരുന്നത്. അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. അതിന്റെ ഉള്ളിലെങ്ങാനും എമ്മ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം മുഴുവനും തെരഞ്ഞു നോക്കുന്നുണ്ട്. ഈ ബിൽഡിംഗ് മുഴുവനും നശിച്ചങ്ങനെ കിടക്കായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവൻ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് ഒരു ട്രക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവനിപ്പോ ആ ഒരു ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വന്ന് നിൽക്കുന്ന ട്രക്കിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു വന്ന ആൾക്കാര് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് ഈതനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവൻ അവിടുന്ന് ഓടിയിട്ട് ഒരു വിധത്തില് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ സൈഡിലേക്ക് പോയി ഒളിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല, എന്തിനാ എന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവനിങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അയാളാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെ അവനെ തന്നെ നോക്കി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് വേറെ ആരോ വന്നിട്ട് നമ്മുടെ ഈതനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന അയാളെയും അയാളുടെ ഡ്രൈവറിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഈതനിപ്പോ ആരാണ് അവനെ രക്ഷിച്ചെന്നുള്ളത് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വയസ്സായിട്ടുള്ള ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ഈ ഒരു ട്രക്കിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാധനം ഇതിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈതൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് എമ്മ എന്നാണ്. അവളെ കാണുന്നില്ല. അവളെ കണ്ടുപിടിക്കാനായിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നീ ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവര് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മനുഷ്യനെ ഇപ്പൊ ട്രക്കിലേക്ക് പിടിച്ച് കയറ്റാനായിട്ട് തുടങ്ങുകയാണ്. അതിന് അവരെ സഹായിക്കാനാണ് ഈതന്റെ അടുത്ത് ആ ഒരു ലേഡി പറയുന്നുണ്ടായിരുന്നത്. അവനും ഇപ്പൊ അവരെ സഹായിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഈതൻ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് നിലത്തേക്ക് വീഴാണ്. എന്നാൽ ആ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അവനെ എടുത്തിട്ട് ഈ ഒരു ട്രക്കിന്റെ ബാക്കിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോ അവനെ കൊണ്ടിട്ട് ആ ഒരു ലേഡി അവിടുന്ന് പോവുകയാണ്. ഈതനാണെന്നുണ്ടെങ്കിൽ ബോധം കെട്ടി കിടക്കുന്ന ആ ഒരു സമയത്ത് എമ്മയെ പറ്റിയിട്ടുള്ള ആ ഒരു ഓർമ്മകളൊക്കെ അവന്റെ മനസ്സിലേക്ക് സ്വപ്നം പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡി അവരുടെ വീട്ടിലേക്കാണ് ഈതനെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്.